ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മുടെ അലീനയെ അവിടെ നിന്ന് തുരത്തി ഓടിക്കണം എന്നാണ് അപ്പച്ചൻ വിചാരിക്കുന്നത്. അങ്ങനെ സ്റ്റാലിനി ജോസഫിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളെ അവിടുന്ന് പറഞ്ഞയക്കണം, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. നീ എന്തായാലും ഒന്നും ഇങ്ങോട്ട് പറയണ്ട, അതൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം സ്റ്റാലിനി പറയുന്നുണ്ട്, അങ്ങനെ അവളെ ഇവിടുന്ന് ഒഴിവാക്കാനാണെങ്കിൽ എനിക്ക് അവളെ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നല്ലോ. അപ്പച്ചൻ വിചാരിക്കുന്നത് പോലെ അല്ല അവളൊരു പ്രത്യേക പെൺകുട്ടിയാണ്, നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും എനിക്ക് ഇങ്ങോട്ട് കേൾക്കണ്ട, ഞാൻ അങ്ങോട്ട് വരികയാണെന്നൊക്കെ അപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാലിനിക്കും പിന്നെ എന്തോ ടെൻഷനായി അപ്പച്ചൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളെ വൈജയന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ധൃതി പിടിച്ച് നടക്കുന്നുണ്ട്, എന്തോ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. അന്നേരം കൃഷ്ണമോള് ബബിയോട് ചോദിക്കുന്നുണ്ട്, എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അച്ഛനെ കാത്തു നിൽക്കാൻ തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണമോള് പോയി ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ നിൽക്കുന്നത്, അച്ഛനെ കാത്തു നിൽക്കുകയാണെന്ന്. ആ, അച്ഛനെ കാത്തു നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ അച്ഛൻ അമ്മയെ സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ടോ. ഓ, നീ എന്നെ കളിയാക്കാതെടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണമോളൊന്ന് 2 സ്റ്റെപ്പ് കയറി നോക്കുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്നേരം അച്ഛൻ വരുന്നുണ്ടെന്ന് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഒരു കയ്യകലം പാലിച്ചിട്ട് ചോദിച്ചാൽ മതി, കാരണം അവനവൻ്റെ തടി നോക്കിയിട്ട് വേണമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനെന്ന്. അപ്പോൾ ചോദിക്കാനുള്ളത് മറ്റൊന്നുമല്ല, അതിനു മുൻപ് ഒരു സൂചന കൃഷ്ണമോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടാണോ അച്ഛൻ അലീനയ്ക്ക് ഇത്രയും സ്വർണവും അതുപോലെ തന്നെ പണമൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്? നിങ്ങളോട് ചോദിച്ചിരുന്നോ? ഒന്നില്ലെങ്കിലും രോഹിത്തിനോടും ബബിയോടും ചോദിച്ചിരുന്നോ? അവര് പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരല്ലേ? ഇല്ലല്ലോ. അപ്പോൾ അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞങ്ങളോട് എന്തിനാ ചോദിക്കേണ്ട ആവശ്യം, എന്തായാലും അച്ഛൻ കൊടുത്തത് കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ, കൂടി പോയിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ബാലചന്ദ്രൻ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ എല്ലാ ചോദ്യവും ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രയും സ്വർണവും അതുപോലെ തന്നെ പണവും ഒക്കെ അവൾക്ക് എടുത്തു കൊടുത്തത്? അവളുടെ പേരിൽ ട്രാൻസ്ഫറും ചെയ്തിട്ടുണ്ട്, അവൾ ഇവിടെ ജോലിക്ക് വന്നതാണ്, ജോലിക്ക് വന്നതിനുള്ള സാലറി കൂടാതെ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുൻപ് ഇവിടെ ഒരുപാട് ആളുകൾ ജോലിക്ക് നിന്നിട്ടുണ്ട്, അവർക്കൊന്നും ഒരു 100 രൂപ അധികം കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവൾക്ക് മാത്രം എന്താ ഇത്ര വ്യത്യാസം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവൾക്ക് വ്യത്യാസമുണ്ട്, അവർക്കൊക്കെ നീ ആയിരുന്നു കൊടുത്തത്, ഇവൾക്ക് കൊടുത്തത് ഞാനാണ്, അത് കുറഞ്ഞിട്ടേ ഉള്ളൂ, ഞാനൊരു ഹേർട്ട് പേഷ്യൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഒരു ബാക്കി നീയാണ് കൊടുക്കേണ്ടത്. ഞാൻ 1.25 ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അതിന്റെ ബാക്കി കൊടുക്കാനുണ്ട്. ഒന്നില്ലെങ്കിലും നിന്നെ ഇത്രയും കാലം അവളിവിടെ സഹിച്ചില്ലേ, അതിന് അവൾക്ക് അങ്ങോട്ട് 30 ലക്ഷം കൊടുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ട, അതായത് കൃഷ്ണമോളും രോഹിത്തും അതുപോലെ തന്നെ ബബിയൊക്കെ അനുഭവിക്കേണ്ട കൂട്ടുസ്വത്താണിത്, അതെന്തിന് കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം? അവൾ എവിടെ നിന്ന് വലിഞ്ഞു കയറി വന്നതല്ലേ, അവൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവൾക്ക് എന്താ അത്രമാത്രം ഇവിടെ ബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഈ കുടുംബത്തിന് അത്രമാത്രം വേണ്ടപ്പെട്ട, ഈ കുടുംബത്തിന് വേണ്ടി അത്രയും സേവനം ചെയ്തിട്ടുള്ള ഒരാളാണ് അവള്, അതുകൊണ്ട് തന്നെ കൊടുത്തത് കുറഞ്ഞിട്ടേ ഉള്ളൂ, ഒരിക്കലും കൂടി പോയിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കേൾക്കാനുള്ളതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, ഇപ്പോൾ സമാധാനമായില്ലേന്ന്. ഓ, നിനക്ക് ഞാൻ തന്നാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ അടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അപ്പച്ചൻ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, സ്റ്റാലിനി ജോസഫിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ബൈജുവിനെയും അതുപോലെ തന്നെ ആന്റപ്പനെയൊക്കെ അവിടെ കാണുന്നുണ്ട്. എന്നിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്, ഇവിടെ പുതിയതായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു തരം കടിക്കുന്ന ഐറ്റം തോന്നുന്നുണ്ട് എന്നൊക്കെ ബൈജു പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അവളെ തുരത്തി ഓടിക്കണം, ഇവിടെ അങ്ങനത്തെ ഒരു ഐറ്റം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ അപ്പച്ചൻ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അതിന് മുൻപ് തന്നെ നമ്മളെ സ്റ്റാലിനി ജോസഫ് നമ്മളെ അലീനയെ മുറിയിൽ വന്ന് കണ്ടിരുന്നു. എന്നിട്ട് അവൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പത്രമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇംഗ്ലീഷ് പത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഈ പത്രമാണോ ഇടുന്നതെന്ന്. അപ്പോൾ നിനക്കെന്താ ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞൂടെന്ന് ചോദിക്കുന്നുണ്ട്. വായിക്കാനൊക്കെ അറിയാം, പക്ഷേ ഞാനും മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, ഓർഫനേജിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചതായിരുന്നു. പക്ഷേ നമ്മളെ സ്റ്റാലിനി ജോസഫിന് അത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ കൈകൊണ്ട് അയാൾ കാണിച്ചു, വേണ്ട പറയണ്ട എന്ന് പറഞ്ഞിട്ടോ. കാരണം അവളുടെ കഴിഞ്ഞ കാര്യങ്ങളും വിഷമം പിടിച്ച ജീവിതമൊന്നും ഇനിയും അയാൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. ഇവിടെ നിനക്ക് ബോറടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അവളോട്. അന്നേരം അവൾ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റാലിനി ജോസഫ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ ബാലചന്ദ്രൻ വന്ന സമയത്ത് നീ അയാളെ കൂടെ കൂടെ അച്ഛ അച്ഛ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, എന്നെ ഇതുവരെ പപ്പാന്ന് വിളിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പറയുന്നുണ്ട് കേട്ടോ. അതിന് എൻ്റെ അടുത്ത് ഇതുവരെ മോളേന്ന് വിളിച്ചിട്ടില്ലല്ലോ, എന്നെ ബാലചന്ദ്രൻ മോളേന്ന് കൂടെ കൂടെ വിളിക്കുന്നത് കേട്ടില്ലേ, അത്രയും വാത്സല്യത്തിൽ നിറഞ്ഞ വിളിയാണത്, അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം സ്റ്റാലിനി ജോസഫ് പറയുന്നുണ്ട്, ഓ, നമ്മൾ തമ്മിൽ ഇനിയും കൂടുതൽ അടുക്കാനുണ്ടല്ലേ, എന്തായാലും നമുക്ക് അങ്ങനെ അടുക്കാമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല, അത് ഉള്ളിൽ നിന്ന് അണ പൊട്ടി വരേണ്ടതാണെന്നും നമ്മൾ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം സ്റ്റാലിനി ജോസഫിന് അവളെ കൂടുതലായിട്ട് അടുക്കണം,
തൻ്റെ മോളെ പോലെ കഴിയണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പച്ചൻ ഇങ്ങനെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോ കൊള്ളി വെക്കുന്നതുകൊണ്ട് ഈ ഒരു ബന്ധം ഇനി എങ്ങോട്ട് പോകുകയില്ലെന്നും നമുക്കറിയില്ല. എന്തായാലും അപ്പച്ചൻ ഇപ്പം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് സ്റ്റാലിനി ജോസഫ് മദ്യപിക്കാൻ നിൽക്കുമായിരുന്നു. ഓ നീ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ അപ്പച്ചൻ വരുന്നതുകൊണ്ട് ഒന്ന് എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ ഞാൻ നിന്റെ സൽക്കാരത്തിനൊന്നും വന്നതല്ലടാ, ഞാൻ വന്നത് വേറെ കാര്യത്തിന്, അവളെ ഇവിടുന്ന് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട് അപ്പച്ചൻ വിചാരിച്ച പോലെ ഒരാളല്ല അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, പ്രത്യേക തരത്തിലുള്ളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് ഈ മദ്യപാനം അതുപോലെ തന്നെ ഈ ഒരു സിഗരറ്റ് വലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല, അങ്ങനെയുള്ള റൂമിലേക്ക് അവൾ വരത്ത് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓ അതൊക്കെ വന്നപ്പോൾ തന്നെ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ, ആ ഒരു പഠിപ്പൊന്നും ഇവിടെ പറ്റത്തില്ല, അതൊക്കെ നിന്റെ അടുത്ത് വെച്ചാൽ മതിയെന്ന്. അപ്പം അന്നേരം സ്റ്റാലിനി ജോസഫ് എല്ലാവരുടെ മുന്നിലും വലിയ ആളായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അലീനയുടെ അടുത്ത് മാത്രം അവളുടെ എല്ലാ കാര്യത്തിനും കൂട്ടി നിൽക്കുന്ന ടൈപ്പിലാണ് സംസാരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അപ്പച്ചന് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് അങ്ങനെ ഒരു മോളില്ലാന്ന് വെച്ചാൽ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ച പെൺകുട്ടിയാണ്, അവൾക്ക് നീതി കിട്ടണം, അവൾക്ക് ഇത്രയും കാലം കിട്ടാത്ത സ്നേഹവും ഇതൊക്കെ അവൾക്ക് കിട്ടണം എന്ന് പറയുന്നുണ്ട്. അപ്പച്ചനാണെങ്കിൽ പറയുന്നുണ്ട് അവൾ ഇവിടെ നിന്നാലാണ് പ്രശ്നം, അതുകൊണ്ട് അവളെ എൻ്റെ കൂടെ വിട്ടേക്ക്, എന്നിട്ട് ഞാൻ കുറച്ച് കാലം അവിടെ നിർത്തിയിട്ട് പിന്നെ ഞാൻ അവളെ നാട് കടത്തിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാലിനിക്ക് ഭയങ്കരമായിട്ട് അത് ദേഷ്യം വന്നിട്ടോ. കാരണം നാട് കടത്താൻ വേണ്ടിയിട്ടല്ലല്ലോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം അയാൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, അവൾക്ക് ഇപ്പം ഇത്രയൊക്കെ വയസ്സായില്ലേ, എന്തായാലും ഒരു കല്യാണം വേണമല്ലോ, അതുകൊണ്ട് അവളെ നമുക്ക് പെട്ടെന്ന് കെട്ടിച്ചയക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പം ശരിയാവില്ല, അവൾക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത്രയും കാലം അവൾ അനാഥയായിട്ടാണ് കഴിഞ്ഞത്, അപ്പം ആ ഒരു ഇതൊക്കെ അവൾക്ക് തിരിച്ച് എനിക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെയാണ് നമ്മളെ വല്യപ്പച്ചൻ പറയുന്നത്. ഇവിടെ നിന്ന് അവൾക്ക് കൂടുതൽ വിഷമാവും, കുത്തുവാക്കുകളൊക്കെ കൂടുതലായിട്ട് കേൾക്കേണ്ടി വരികയാണ് ചെയ്യുക, അതുകൊണ്ട് അതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഒരു നിമിഷം നമ്മളെ സ്റ്റാലിനി ജോസഫ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുൻപ് തന്നെ സ്റ്റാലിനി ജോസഫ് നമ്മളെ അലീനയുടെ അടുത്ത് പറഞ്ഞിരുന്നു, നീ ഓർഫനേജിലാണ് കഴിഞ്ഞത്, ഇതിനു മുൻപ് പാലാഴിയിലാണ് നിന്നത്, അവിടെ ജോലിക്കാരിയായിട്ടാണ് നിന്നതെന്നൊക്കെ ഇവിടുത്തെ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നോടൊരാൾ ചോദിച്ചിരുന്നു, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഫനേജിലാണ് നിന്നത്, പിന്നെ ഞാനൊരു മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി വന്നതായിരുന്നു, പിന്നെ അവിടുത്തെ എല്ലാ ജോലികളും ചെയ്തു എന്നൊക്കെ എന്നോട് ഇവിടുന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്, നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മളെ സ്റ്റാറ്റസിന് മതിക്കാത്ത കാര്യങ്ങളല്ല അതൊക്കെ, അപ്പം അതെന്തിനാ പറയാൻ പോയത്, നമുക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ, നീ എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് കള്ളം പറയണമെന്ന് തോന്നിയില്ല, എന്നായാലും എല്ലാ സത്യങ്ങൾ അറിയില്ലേ, അത് കുറച്ച് നേരത്തെ തന്നെ അറിയുന്നതല്ലേ നല്ലത്, പിന്നെ നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, നീ അത് വിട്ട് ഓരോ കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഓർഫനേജിൽ നിന്ന് ഞാനൊരു പെൺകുട്ടിയെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നോക്കുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്, അങ്ങനെ പറയില്ല അവരെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവൾ പറയുന്നുണ്ട് ശരിക്കും അത് തന്നെയല്ലേ പരമാർത്ഥം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിലൊന്നും യാതൊരു കുഴപ്പമായിട്ട് തോന്നിയില്ല, കാരണം ഞാൻ ചെറുതായിട്ടാണ് ഇവിടെ വരെ എത്തിയത്, അല്ലാതെ ഞാൻ ആദ്യമേ വന്ന് നെളിഞ്ഞു നിന്നിട്ട് ഞാൻ ഒരു വലിയ രാജാവിൻ്റെ മകളാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് വന്നത്, പിന്നെ ഞാൻ ഇപ്പോൾ വലിയൊരു രാജാവിൻ്റെ മകളാണെന്ന് പറയുന്നതല്ലേ നല്ലത് എന്നാണ് അവൾ പറയുന്നത്. കാരണം ആദ്യമേ വലിയതായിട്ട് ഞെളിഞ്ഞു നിന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, സത്യം പോലെ തന്നെ പറയണം, എന്നായാലും നമ്മളെ കള്ളങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ച് പൊളിയും, അപ്പം അതല്ലേ അതിൻ്റെ ശരി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അന്നേരം സ്റ്റാലിനി ജോസഫ് പറയുന്നുണ്ട് നീ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് എന്നൊക്കെ. എന്തായാലും തൻ്റെ മകൾക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ല കാര്യവിവരമുള്ള ഒരാൾ തന്നെയാണെന്നുള്ള ഒരു ബോധ്യം സ്റ്റാലിനി ജോസഫിനുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പച്ചനോട് പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഒരാളല്ല അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, അവൾക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ച് ഒരു ബോധ്യമുണ്ട്, അതുകൊണ്ട് അവൾ ഒരിക്കലും എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിലാണ് അപ്പച്ചനോട് സംസാരിക്കുന്നത്. അപ്പച്ചനാണെങ്കിൽ അതായത് അവളെ ഒരു ആറ്റിറ്റ്യൂഡോ കാര്യങ്ങളോ അവളുടെ ഒരു ക്യാരക്ടറോ ഒന്നും അറിയാതെയാണ് സംസാരിക്കുന്നത്. നേരെ ചൊവ്വ കാര്യം പറഞ്ഞിട്ട് അവളെ ഇവിടുന്ന് പറഞ്ഞേക്കണം എന്നുള്ള ഒരു ലെവലിലാണ് അയാൾ സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.